നാരായണ 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 നാരായണ. ഓം ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം. ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ. ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ. ജയതു ജയതു പൃഥ്വീഭാരനാശോ മുകുന്ദ. മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. പരീക്ഷിത് രാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് പറയുകയാണ്, ദശമസ്കന്ധം തുടക്കത്തിൽ 90 അധ്യായത്തിൻ്റെ ആദ്യത്തെ അധ്യായം സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥയൊക്കെ വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തന്നു. യദുവംശത്തെ പറഞ്ഞു. ഇനി യാദവ കൃഷ്ണ കഥ പറയണേ. സൃഷ്ടിയാദികൾ ചെയ്തതായിട്ടുള്ള ആ ഭഗവാൻ അന്തര്യാമിയായിട്ട് എല്ലാ ദിക്കിലും ചെല്ലുന്നുമുള്ള വിശദി ഇതി വിഷ്ണു എന്ന രീതിയിലും വിരാട്ടായിട്ടും വിളങ്ങണു. ആ ഭഗവാൻ ഈ ഭക്തരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനവധി അവതാരം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അവതാരമാണല്ലോ രാമനും കൃഷ്ണനും. അപ്പോൾ കൃഷ്ണൻ്റെ കഥ വിസ്തരിച്ച് പറയണേ. ബലരാമനും കൂടിയിട്ടാണല്ലോ ആ വൃത്തികളെല്ലാം ചെയ്തത്. അപ്പോൾ പ്രവൃത്തി ഇല്ലാത്തതായിട്ടുള്ള ഭഗവാൻ പ്രവൃത്തി ചെയ്തു എന്ന്, അപ്പോൾ അതൊന്ന് വിസ്തരിച്ച് കേൾക്കണേ എന്ന് പറയാം. കൃഷ്ണലീല ആനന്ദം തരും, ജ്ഞാനം തരും, ബ്രഹ്മഹത്യാ പാപം നശിപ്പിക്കും. പാണ്ഡവർ, എൻ്റെ മുത്തശ്ശൻ, ശത്രുക്കളെ വളരെ നിസ്സാരമായിട്ട് പരാജയപ്പെടുത്തിയത് കൃഷ്ണൻ്റെ ഒരൊറ്റ സഹായം കൊണ്ടാണ്. അവിടെ ഭീഷ്മര്, കൃപര്, ദ്രോണര്, കർണൻ തൊട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മഹാതിമിംഗിലങ്ങൾ അവരെ വളരെ നിസ്സാരമായിട്ട് ഒരു പൈക്കുട്ടിയുടെ കാലിലെ കുളമ്പിൻ്റെ ഉള്ളിലെ ജലത്തെ എങ്ങനെയാണോ തരണം ചെയ്തത് അതേപോലെ പാണ്ഡവർ തരണം ചെയ്തു. അപ്പോൾ അത്രയും സഹായം, കൃഷ്ണ സഹായം അവർക്ക് കിട്ടി. ഇനി എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അശ്വത്ഥാമ വായിച്ചിട്ടുള്ള അപാണ്ഡവമിതം എന്ന രണ്ടാമത്തെ ബ്രഹ്മാസ്ത്രം, അത് എൻ്റെ അമ്മയുടെ വയറ്റിൽ പ്രവേശിച്ചുകൊണ്ടാണ് ഭഗവാൻ എന്നെ രക്ഷിച്ചത്, അതും വലയം ചെയ്തുകൊണ്ട്. അങ്ങനെ 9.5 മാസവും അല്ലെങ്കിൽ 5-6 മാസമൊക്കെ ഉള്ളൂ എന്നാണ് പറയണത്. കാരണം ഭാരത യുദ്ധത്തിൻ്റെ സമയത്തേക്ക് 3 മാസത്തിലധികം ഗർഭം വളർന്നിരുന്നു. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള സമയം. അപ്പം എന്തായാലും അത്രയും കാലം എന്നെ രക്ഷിച്ചുല്ലോ. ആ ഭഗവാനെ പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചില്ല. കണ്ടുണ്ടാവും, അറിഞ്ഞ് കാണാൻ സാധിച്ചില്ല. അതാണ്. അപ്പം അതുകൊണ്ട് എന്നെ ആ ഭഗവാന്റെ കഥ കേൾപ്പിച്ച് ഭഗവാന്റെ കൃഷ്ണലീലാദി കാര്യങ്ങളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതും മുക്തിക്ക് കാരണമാണ്. അതുകൊണ്ട് ആ കഥ വിസ്തരിച്ച് കേൾക്കണേ. അതേപോലെ ബലരാമൻ ദേവകിയുടെ ഗർഭത്തിലുണ്ടായിട്ടുണ്ട്, രോഹിണിയുടെ ഗർഭത്തിൽ നിന്നാണ് ജനിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അതെങ്ങനെയാണ് അങ്ങനെ വരാനുള്ള കാരണം? ഒരാൾക്ക് 2 അമ്മ, അതെങ്ങനെയാണ് വരിക? അതേപോലെ കൃഷ്ണൻ എന്തിനാ മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് പോയത്, പിന്നെ ഗോകുലത്തിലെ വൃന്ദാവനത്തിൽ, അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മധുരയ്ക്ക് പോയി, പിന്നെ ദ്വാരകയിൽ, ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടായത്. ഈ താമസം മാറ്റിയതിൻ്റെ കാരണം എന്തൊക്കെയാണ്? അതേപോലെ കംസവധം ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കേൾക്കണം. പിന്നെ ഭഗവാന്റെ ആസുര നിഗ്രഹാദി കഥകൾ, എല്ലാ ദേവന്മാരെയും ജയിച്ച കഥകൾ, വിദ്യ, വിവാഹം, പരമ്പര, ത്രിലോകീഗ്രഹസ്ഥനായിട്ടുള്ള ഭഗവാന്റെ നാടകം, അത് രാസലീല തൊട്ടുള്ള പ്രത്യേക കഥകൾ, ഗോവർദ്ധനോദ്ധാരണം ഒക്കെ, ഗോപികളെ വട്ടം കറക്കിയതായിട്ടുള്ള പല കഥകളും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറയണേ എന്ന് പറയുകയാണ്. എനിക്ക് വിശപ്പോ ദാഹോ ഇല്ല, പ്രായോപവേശം ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ക്ഷീണമൊന്നുമില്ല. കാരണം ഭഗവാന്റെ കഥാമൃതം പാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിശപ്പും ദാഹമൊന്നും ഇല്ലാത്തത്. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങി. കൃഷ്ണൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ കലിദോഷം തീരും. അങ്ങ് രാജർഷിയാണ്. ഭഗവാൻ വാസുദേവൻ്റെ കഥ കേൾക്കാൻ ഏറ്റവും യോഗ്യൻ അങ്ങ് തന്നെയാണ്.
ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് ശുദ്ധനായിട്ട് തീർന്നു. പറഞ്ഞാൽ ഞാനും ശുദ്ധനാകും, ഇത് കേൾക്കുന്നവരെ കേൾപ്പിക്കുന്നവരൊക്കെ ശുദ്ധരാകും. ഭൂമിയിൽ അസുരരാക്ഷസന്മാരൊക്കെ വർദ്ധിച്ച് രാജാക്കന്മാരായിട്ട് വന്ന് ഭൂമിയെ മുഴുവൻ വിഴുങ്ങി എന്നുള്ള മട്ടാണ്. ദുഷ്ടത കാരണം കൊണ്ട് ഭൂമിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. ഭൂമി ഒരു പശുവിൻ്റെ രൂപം എടുത്തുകൊണ്ട് ഇന്ദ്രനോട് പരാതി പറഞ്ഞു. ഇന്ദ്രനും ഭൂമിയാകുന്ന പശുവും കൂടിയിട്ട് ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് ശിവൻ്റെ അടുത്തെത്തി. ശിവൻ പാലാഴി തീർത്ത് വെച്ച് എല്ലാ ദേവന്മാരുടെയും പ്രതിനിധിയായിട്ട് സ്തുതിച്ചു ഭഗവാനെ, പുരുഷ സൂക്തം കൊണ്ടൊക്കെ. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനത്തിൽ കണ്ട പോലെ ഒരു താതാത്മ്യഭാവത്തോട് കൂടിയിട്ട് കാണാൻ സാധിച്ചു. ആ ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ ഈ ബ്രഹ്മാവിനോട് പറയുകയും ചെയ്തു. അങ്ങ് ഇപ്പോൾ ഇവിടെ വന്ന് സ്തുതിച്ചത്, ഭൂമിയുടെ ഭാരം ഇപ്രകാരത്തിൽ വർദ്ധിച്ചത്, അത് തീർക്കാൻ ഞാൻ പണ്ടേ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവസരം ഇപ്പോൾ വന്നിരിക്കുന്നു. അങ്ങ് എല്ലാ ദേവന്മാരോടും അംശം കൊണ്ട് എൻ്റെ ലീലയിൽ വേണമെങ്കിൽ പങ്കാളികളാകാൻ വേണ്ടി പറഞ്ഞോളൂ. ഞാൻ ഏട്ടൻ അവതരിച്ചതിന് ശേഷം, നന്ദജ അവതരിച്ചതിന് ശേഷം ദേവകി വസുദേവന്മാർക്ക് ഉണ്ണിയായിട്ട് പിറക്കുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മാവിന് ഉള്ളിലങ്ങോട്ട് തോന്നുകയാണ്. പറയുകയാണോ ഉണ്ടായത് ചോദിച്ചാൽ പറയല്ല എന്നാണ്. ബ്രഹ്മാവിൻ്റെ ഉള്ളിലങ്ങോട്ട് തോന്നിച്ചു. ബ്രഹ്മാവ് അത് ബാക്കിയുള്ള എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പോൾ ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ അത്രയും കാലല്ലേ കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് അവരവരുടെ സ്ഥാനത്തേക്ക് പോയി. യാദവരുടെ രാജാവായിട്ട് ശൂരസേനനാണ് സമയത്ത് ഭരിക്കണത്. മധുരയിൽ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുണ്ട്. ശൂരസേന മഹാരാജാവിന് വളരെയധികം പ്രായമായതുകൊണ്ട് ഉഗ്രസേനൻ പിന്നീട് രാജാവായി. ഉഗ്രസേനൻ്റെ മകനാണ് ഈ കംസൻ. ആ ഉഗ്രസേനൻ, ആ രാജാവ്, അദ്ദേഹത്തിൻ്റെ അനുജൻ ദേവകൻ്റെ മകള് ദേവകി, ശൂരസേന പുത്രനായിട്ടുള്ള വസുദേവരുടെ 18ാമത്തെ പത്നിയായിട്ട് ആ വിവാഹരംഗത്തെ ഒന്ന് പ്രത്യേകം പറയുകയാണ്. കംസൻ തന്നെ, ഉഗ്രസേനൻ്റെ പുത്രനായിട്ടുള്ള കംസൻ തന്നെ ഈ ചെറിയച്ഛൻ്റെ ദേവകൻ്റെ പുത്രിയായിട്ടുള്ള ദേവകിയാകുന്ന സഹോദരിയെ സ്വന്തമായിട്ട് കണക്കാക്കിയപ്പോൾ അത് വിവാഹത്തിന് വരനെ കാണലും കൂടി കംസനാണ് ഉണ്ടായത് എന്നാണ്. വിവാഹം വസുദേവരുമായിട്ട് ഗംഭീരമായിട്ട് നടന്നു. ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സ്വർണ്ണത്തേര് നല്ലോണം അലങ്കരിച്ച് അതിൽ വധൂവരന്മാരെയൊക്കെ കയറ്റി ധാരാളം വിവാഹമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം വരൻ തന്നെ യാത്രയാക്കിയാണ്. എങ്ങനെയാണ് യാത്രയാക്കണത്? താൻ തന്നെ രഥം ഓടിക്കുക എന്ന നിലയ്ക്കാണ്. വണ്ടി നിറച്ച് സാധനങ്ങളാണ്. അതേപോലെ ദേവകിയുണ്ട്, വസുദേവരുമുണ്ട്. പാരിബർഹങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ഇങ്ങനെ കൊണ്ട് യാത്രയാവണു. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് യാത്ര. പക്ഷേ കുറച്ചാണ്ട് പോയപ്പോഴേക്കും ഒരു അശരീരി കേട്ടു. മൂഢനായിട്ടുള്ള കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഇത് കേട്ടതോട് കൂടിയിട്ട് സ്നേഹവും വിട്ടു, ഭാവവും മാറി, വാളൂരി ദേവകിയുടെ മുടി ഇങ്ങോട്ട് പിടിച്ചു വധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അതോട് കൂടിയിട്ട് രംഗം വല്ലാത്തൊരു അവസ്ഥയിലെത്തി. വസുദേവർ വേഗം, തൻ്റെ പത്നിയാണ് ഇപ്പോൾ, വധുവാണ്, വധുവിനെ വധിക്കാൻ പാടില്ലല്ലോ, ആ മൃത്യു തടുക്കുക തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് സ്വയമേവ ഒന്ന് ആലോചിച്ചു. കംസനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സാമഭേദാദികളെല്ലാം നല്ലോണം പറഞ്ഞു. ദണ്ഡം ചിന്തിക്കുക പോലും ഉണ്ടായില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും കംസൻ്റെ തലയിൽ കയറുന്നില്ല. എന്നായാലും മരണം സംഭവിക്കും, അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇങ്ങനെ ഒരു അശരീരി കേട്ടു വിചാരിച്ചിട്ട്
ഈ വധുവിനെ വധിച്ചിട്ട് എന്താ കാര്യം? സ്ത്രീഹത്യ അത് മഹാമോശല്ലേ. ആ പാപം എങ്ങനെയാണ് തീർക്കുക? കർമ്മം തീരുന്നവരെ ഏതായാലും ശരീരം കിട്ടും. പിന്നെ ഈ ശരീരമല്ല വെച്ചാൽ മറ്റൊരു ശരീരം. ഒരു പുല്ലട്ട അങ്ങനെ ഒരു പുൽച്ചാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ജീവി പോലെ ഒരു പുല്ലിന്ന് അടുത്ത പുല്ലിലേക്ക് കയറിയിട്ടേ ഈ പുല്ല് വിടുള്ളൂ. എന്ന കൂട്ടത്തിൽ ജീവൻ ഒരു ശരീരം കഴിഞ്ഞാൽ അടുത്ത ശരീരം അത് കിട്ടിയതിന് ശേഷം ഇവിടുന്ന് വിടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പതിവ്. അതൊക്കെ അപ്പോൾ കംസനും അറിയാലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ വധിക്കണ്ട. ഈ വസ്ത്രം മാറണ പോലെയൊക്കെ കണക്കാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മനസ്സ് ഇപ്പോൾ എന്നെ കൊല്ലും എന്നാണ് വിചാരിച്ചിട്ട് പരിഭ്രമിച്ച് അങ്ങനെ ഒരിടം വിചാരം വേണ്ട. ഇനിയിപ്പോൾ ഈ ശരീരം പോയാൽ കുറച്ചുകൂടി നല്ല ശരീരമാണ് കിട്ടാൻ പോകണമെങ്കിലോ, കുറച്ചുകൂടി നല്ല പദവിയൊക്കെയാണ് കിട്ടാൻ പോകണമെങ്കിലോ. അപ്പം അതുകൊണ്ട് എന്തായാലും മരണം വേണം. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ഈ അശരീരി കേട്ടു വിചാരിച്ചിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. പിന്നെ 8ാമത്തെ പുത്രൻ നോക്കിയാണ് പറഞ്ഞതേ. മകളെ പോലെ കണക്കാക്കിയിട്ട് സഹോദരിയാണ്, മകളെ പോലെ സ്നേഹമാണ്, അത്രയും ഇഷ്ടമാണ്. സ്ത്രീയാണെങ്കിലോ ദുർബലയാണ്. പ്രത്യേകിച്ച് കന്യക വധു പത്നി, അതിലിപ്പോൾ വധുവിനെയാണ് ഇപ്പോൾ ഈ വധിക്കാൻ പോണത്. അതിൻ്റെ പാപം ഒരിക്കലും തീരൂല. അപ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കംസനും നല്ല ജ്ഞാനിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ടേ വധിക്കാവൂ, വധിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. ഇനി ദേവകിക്ക് ഇപ്പോൾ ഈ 8ാമത്തെ കുട്ടി പിറക്കണം വെച്ചാൽ എത്ര കാലം വേണം? ജനിക്കുമോ? അത്രയും 8 പ്രസവമൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ അതൊക്കെ ചിന്തിക്കണ്ടേ. എനിക്കാച്ചാൽ പ്രായമായി, ദേവകിക്ക് ചെറുപ്പമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് വിടണം എന്ന് പറഞ്ഞു. എന്നിട്ടും വിട്ടില്ല. പേടിച്ചിട്ടേ, ഭീരുവാണ് കംസൻ. അപ്പോൾ അത് കാരണം തലമുടി വിട്ടില്ല. അപ്പോൾ വസുദേവർ നല്ലോണം ചിന്തിച്ചു. ഞാൻ എൻ്റെ ഈ പത്നിയുടെ ഉണ്ടാവണ ഉണ്ണികളെ ഞാൻ അങ്ങോട്ട് തരാം. പിന്നെ കൊല്ലുകയോ വളർത്തുകയോ എന്താച്ചാ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദാനം, സാമമായി ഭേദമായി ദാനമായി. അതോട് കൂടിയിട്ട് സത്യവാക്കായിട്ടുള്ള ഈ വസുദേവരുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് നീ വരണത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് കംസൻ മുടി വിട്ടു. അവിടുന്ന് ഒന്നും പറയാതെ കണ്ട് തന്നെ സ്വതേ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ഇവർ വരൻ്റെ ഗൃഹത്തിലേക്കും പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ദേവകി ഗർഭിണിയായി. ആദ്യത്തെ ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണി ഉണ്ടായപ്പോൾ ഈ ആദ്യത്തെ സ്തന്യം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദേവകിയിൽ നിന്ന് ഉണ്ണിയെ വാങ്ങി. ദേവകിക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിച്ചാലും അത് വക വയ്ക്കാതെ കണ്ട് തന്നെ ഉണ്ണിയെ കൊണ്ടുപോയിട്ട് കംസന് കൊണ്ടുകൊടുത്തു. കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ പറയാ, ഈ വസുദേവരുടെ ഒരു സത്യശീലം, സജ്ജനം തന്നെയാണ് അദ്ദേഹം, സംശയമില്ല. സജ്ജനത്തിന് സഹിക്കാൻ പറ്റാത്ത ദുഃഖമുണ്ടോ? മഹാജ്ഞാനിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപേക്ഷിക്കുക പോലും ചെയ്യില്ല. മഹാധീരനാണ് വസുദേവരെ. എന്ത് വേണച്ചാൽ ത്യജിക്കും, ഒരു സംശയമില്ല. ഈ കംസന്റെ കാര്യമാണെങ്കിലോ മഹാനീചൻ, എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക അറിയില്ല. എന്തും ചെയ്യും, ഇത്ര ക്രൂരതയായാലും ചെയ്യും. അപ്പോൾ വസുദേവർ അസത്യം പറയില്ല, സത്യനിഷ്ഠ, സമഭാവന, ജ്ഞാനിയാണ്, പരമഭക്തനാണ്, യോഗ്യനാണ്. അങ്ങനെ ജനങ്ങൾ പോലും അങ്ങനെ പറയാൻ തുടങ്ങി. ഈ ഉണ്ണി അവിടെ കൊണ്ടുവരുത്തപ്പോൾ കംസനും അതെ, എന്തൊരു കൗതുക ഉണ്ണിയെ, നല്ല ഭംഗിയുള്ളൊരു ഉണ്ണി, സൗന്ദര്യം. അപ്പോൾ കൊല്ലണ്ടാ തോന്നി. അങ്ങ് സത്യസന്ധനാണല്ലോ, അതുകൊണ്ട് ഉണ്ണിയെ കൊണ്ടുപോയിക്കോളും. ഈ ഉണ്ണി എന്തായാലും എന്നെ കൊല്ലില്ലല്ലോ, 8ാമനല്ലേ കൊല്ലുള്ളൂ, എല്ലാ ഉണ്ണിയും തരണം കേട്ടോ. അതൊക്കെ വസുദേവർ സ്വീകരിക്കുകയും ചെയ്തു. കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നു. നല്ല ഉറപ്പൊന്നും ഉണ്ടായില്ല. അതായത് ചിലപ്പോൾ അസുരനാണേ, കംസൻ വാക്ക് മാറിക്കൂടാ എന്നില്ല. ഏതായാലും കംസന്റെ വാക്കിനെ വിശ്വസിക്കാതെ കണ്ട് തന്നെ ഉണ്ണിയെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. അപ്പോഴേക്കും നാരദൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, എല്ലാം അറിയണ ആളാണ് നാരദനെ. നേരെ കംസന്റെ അടുത്തേക്കാണ് ചെന്ന്. അബുധ എന്നാണ് വിളിച്ചത്. വലിയ അബദ്ധമാണല്ലോ കംസ കാണിച്ചത്.
അങ്ങിപ്പോൾ അങ്ങയുടെ ശത്രുവിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരാളെയല്ലേ വധിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് പറഞ്ഞയച്ചത്, കൊടുത്തയച്ചത്? അത് തെറ്റായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഈ ഉണ്ണികളെ ഇങ്ങനെ കൊന്നിട്ടില്ല വെച്ചാൽ കംസൻ്റെ പുണ്യം നശിക്കില്ല. കംസൻ്റെ പുണ്യം നശിച്ചാലേ ഭഗവാന്റെ അവതാരം വേഗം ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ അവതാരം വേഗം ഉണ്ടായാലേ ദേവകൾക്ക് ആഹാരം കിട്ടുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ നാരദൻ വന്ന് പറഞ്ഞതേ. നാരദൻ ഇത് പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയണമെന്നായി. അല്ല, ഒന്നുമല്ല, ഒരു താമര അതിൻ്റെ ഏത് ഇതള ആദ്യത്തെ എന്ന് പറയാൻ പറ്റുമോ കംസ? അതില്ല. എന്ന കൂട്ടത്തിൽ ദേവന്മാർ പല മായകളും കാട്ടൂട്ടോ. ഇത് 1-ാമത്തെ ആണോ 8-ാമത്തെ ആണോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ 8 ഉണ്ണികളുണ്ടായിട്ട് ഈ കൊല്ലണ ആൾക്ക് സഹായികളായിട്ട് 7 ഉണ്ണിമാരും മാറും എന്നല്ലേ വിചാരിക്കേണ്ടത്? അതിൽ ആദ്യത്തെ ഉണ്ണിയാണ് 8-ാമനായിട്ട് വരണമെച്ചാൽ ഈ ബാക്കിയുള്ള 7 ഉണ്ണികളുടെ സഹായം കൂടി ഈ ഉണ്ണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രായം ഉണ്ടാവും, പിന്നെ അത്യാവശ്യം കഴിവുകളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഈ വസുദേവരെ പറഞ്ഞ ജ്ഞാനിയാണ്, എല്ലാ കഴിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരബലം അശരീരി കേട്ടതല്ലേ, എന്താ ഉണ്ടാവുക അറിയില്ല കേട്ടോ. സ്വന്തം ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടത് ചെയ്യേണ്ടത് വേറൊരാളാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കഴിവുണ്ടായിട്ടും അതിനെ വിനിയോഗിക്കാൻ കഷ്ടാവേ. അതൊക്കെ കേട്ടപ്പോൾ കംസന് നല്ലോണം പേടി. പിന്നെ ഉറപ്പിച്ചു. എന്താ ഉറപ്പിച്ചതല്ലേ? കംസ, കാലനേമിയാണ് അങ്ങ്. പൂർവ്വജന്മത്തിലെ വിഷ്ണു ആണ് അങ്ങയെ വധിച്ചത്. ആ വിഷ്ണു ആണ് ഇപ്പോൾ അവതരിക്കാൻ പോണത് അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനിച്ച വഴിക്ക് കൊല്ലാച്ച ഒരു പക്ഷേ സാധിക്കും, വളർന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങും അങ്ങയുടെ കൂട്ടാളികളൊക്കെ അസുരന്മാരാണ്. വസുദേവനും ആ കൂട്ടരൊക്കെ ദേവന്മാരാണ്. അവർ പല മായയും കാണിക്കും, അങ്ങയെ അപായപ്പെടുത്തും. അപ്പം അതുകൊണ്ട് അങ്ങയ്ക്ക് ബുദ്ധിയുണ്ടല്ലോ, വേണ്ട രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മെല്ലെ യാത്രയായി. നാരദൻ പോയി. നാരദൻ പോയതോട് കൂടിയിട്ട് കംസന് പിന്നെ ഇരിക്കപ്പെടുത്തിയില്ല. മഹാഭീരുവാണ്. വേഗം ആ ഉണ്ണിയെ കൊണ്ടുവച്ചു. ഒരു പാറക്കല്ലുണ്ട് അവിടെ, അതിൻ്റെ മുകളിലേക്ക് അടിച്ച് കാല് പിടിക്കുക, ഈ ഉണ്ണിയായിരിക്കും അടിക്കുക. അങ്ങനെ കൊന്നു. അങ്ങനെ ഓരോ കൊല്ലം ഓരോ പ്രസവം ദേവകി ഓരോ ഉണ്ണിക്ക് ജന്മം നൽകി. വസുദേവർ ആ ഉണ്ണി അവിടെ കൊണ്ടു നിർക്കും. കംസൻ ആ ഉണ്ണികളെയൊക്കെ വധിക്കും. അങ്ങനെ 6 ഉണ്ണികളെ വധിച്ചു. അപ്പോൾ 6 ഉണ്ണികളെയും വധിച്ച് 7-ാമൻ ഗർഭത്തിൽ കയറി. അപ്പോഴാണ് അത് അനന്ത ഭഗവാനാണ്, സംഘർഷമൂർത്തിയാണ് 7-ാമതായിട്ട് ഗർഭത്തിൽ കയറിയത്. അപ്പോൾ ഭഗവാൻ തൻ്റെ മായയെ ഒന്ന് വിളിച്ചു. ദേവകി ഗർഭിണിയായിട്ടുണ്ട്, അനന്തഭഗവാനാണ് ഗർഭത്തിൽ, അത് രോഹിണിയാണ് പ്രസവിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഗർഭത്തിനെ അങ്ങോട്ട് മാറ്റണം, പറ്റില്ലേ ചോദിച്ചു. അപ്പോൾ അത് ചെയ്യാം, എന്നാൽ അത് കഴിഞ്ഞാൽ അങ്ങ് യശോദയുടെ പുത്രിയായിട്ട് ജനിച്ചോളൂ. എന്നിട്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ലീലകൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്തോളൂ. അതിന് ശേഷം എല്ലാ ഭൂമിയിലെ എല്ലാ ദിക്കിലും പോയിട്ട് കാവുകളിൽ കുടിയിരുന്നോളൂ. കാളി തൊട്ടുള്ള പല നാമങ്ങളിലായിട്ട്, കാളി, ഈശാനി തൊട്ടുള്ള പല നാമങ്ങളുണ്ട് ഭദ്രകാളിക്ക്. കലികാലത്തിലെ പ്രത്യക്ഷ ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് പല പേരിൽ പല ഭക്തന്മാർ പല ആവശ്യങ്ങളും പറഞ്ഞിട്ട് വരും. അവർക്ക് എന്തൊക്കെയാണ് വേണ്ട ചാക്ക് ചെയ്തു കൊടുത്തോളും. എന്നും ഭക്തന്മാരാൽ ഭജിക്കപ്പെടും കേട്ടോ എന്നും അനുഗ്രഹിച്ചു. അതേപോലെ ആവാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഷഡ്ഗർഭന്മാരുടെ ഒരു ചരിത്രം കൂടി അവിടെ സൂചന വ്യാഖ്യാനത്തിൽ എന്തായാലും ഉണ്ട്. നാരദൻ തെറ്റുകാരനല്ല. കാരണം ഈ ഷഡ്ഗർഭന്മാർ എന്നുള്ളത് ദേവകിയിൽ പ്രസവിച്ച ഉടനെ കംസനാൽ വധിക്കപ്പെടേണ്ട ഒരു ശാപമുണ്ട് അവർക്ക്. മരീചിക്ക് ഊർണ എന്നുള്ള പത്നിയിലുണ്ടായിട്ടുള്ള കുട്ടികളാണ് 6 പേര്. ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പത്നിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഈ കുട്ടികൾ കളിയാക്കി. അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. മകളെ പത്നിയാക്കുക, അങ്ങനെ ഒരു തെറ്റ് ചെയ്യണ്ട എന്നുള്ള നിലയ്ക്ക് മരീചി തൊട്ടുള്ളവരൊക്കെ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അപ്പോൾ ഏറെ ദേഷ്യമായി. എന്നാൽ നിങ്ങൾ 3 ജന്മ അസുരന്മാരായിട്ട് തീരൂ എന്ന് ഈ ഷഡ്ഗർഭന്മാർ പറഞ്ഞു. ഈ 6 കുട്ടികളും പറഞ്ഞു. ആ 6 കുട്ടികളെ ശപിച്ചു.
ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് വന്നു. അപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരമൊക്കെ വാങ്ങി നോക്കുമ്പോൾ അത് ദേവന്മാർക്ക് അനുകൂലമായിട്ടാണ് വരണ്ടായത്. ശരിയല്ലേ? അപ്പം നിങ്ങൾ അച്ഛനാൽ വധിക്കപ്പെടട്ടെ എന്ന് ഹിരണ്യകശിപു ശപിച്ചു. അത് കഴിഞ്ഞ് ആ ജന്മം കഴിഞ്ഞിട്ടാണ് പിന്നെ കംസൻ്റെ ഈ കാലനേമിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത്. ആ ജന്മം കഴിഞ്ഞതിന് ശേഷമാണ് ദേവകിയിലെ പുത്രന്മാരായത്. അതിനുശേഷമാണ് ഇവര് ബലിയുടെ മക്കളായിട്ട്, ബലിയുടെ അടുത്ത് അസുരന്മാരായിട്ട്, സുതലത്തിൽ അസുരന്മാർക്ക് മക്കളായിട്ട് ജനിച്ചു. അപ്പോൾ കംസൻ കാലനേമിയുടെ ജന്മമാണ്. ഈ ഷഡ്ഗർഭന്മാർ കാലനേമിക്ക് വധിക്കാൻ വേണ്ടിയിട്ട് ദേവകിയിൽ ജന്മം കൊണ്ടവരാണ്. അവരെ കാലനേമി വധിച്ചു. കാലനേമിയാകുന്ന കംസനാൽ വധം, അച്ഛനാൽ വധം, അങ്ങനെയുണ്ടായി. ഇനി മുക്തി കിട്ടുന്നത് ഈ സുതലത്തുനിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത്, അത് ഇനി ഭഗവാൻ 85 വയസ്സായിട്ട് വേണം. ഒരുപാട് താമസമുണ്ട്. അപ്പോൾ പീതശേഷം കുടിപ്പിച്ച് മുക്തരാക്കുകയും ചെയ്യും. ഇപ്പം ഇവിടെ ഗർഭം, 7ാമത്തെ ഗർഭം ദേവകി കുറച്ച് പേടിച്ചപ്പോൾ ഈ ഉണ്ണിയെ കംസൻ കൊല്ലുമോ എന്നുള്ള ഭയമാണ്. ഉണ്ണി ഉണ്ടായതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ മായ പ്രയോഗിച്ചു. മായ പ്രയോഗിച്ചു. അത് കാരണം ഗർഭം അലസി. ഈ ഗർഭം നേരെ രോഹിണി ആ സമയത്ത് യശോദയുടെ അടുത്ത് താമസിക്കുക. വസുദേവരും ഈ നന്ദഗോപനും തമ്മിൽ നല്ല കൂട്ടുകാരാണ്, ബന്ധുക്കളുമാണ്. പിന്നെ യശോദയും രോഹിണിയും തമ്മിൽ നല്ല അടുപ്പാണ്. അപ്പം അങ്ങനെ അവിടെ താമസമാണ്. ആ സമയത്ത് അറിയാണ്ട് ഗർഭമുണ്ടായി. ബലേ, ഇതെങ്ങനെയുണ്ടായി എന്നും ചോദിക്കരുത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ചു. ദേവകിയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് പ്രവേശിച്ചത്? വസുദേവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഭഗവാന്റെ തേജസ്സിനെ ഭഗവാൻ കാട്ടിക്കൊടുത്തു. മനസ്സിൽ ഈ ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണുക. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ കണ്ടപ്പോൾ വസുദേവർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദേവകി ചോദിച്ചു, കല്ലറയിലാണ് ഇവർ കിടക്കണത്? ഈ മറ്റേ കാരാഗ്രഹത്തിലാണ് കിടക്കണത്. കല്ലറയല്ല, കാരാഗ്രഹത്തിലാണ്, ചങ്ങലക്കിട്ട് കിടക്കുക. അപ്പോൾ എന്താ അങ്ങനെ ചിരിക്കണേ ചോദിച്ചു. അല്ല, ഞാൻ ഭഗവാനെ കണ്ടതാണ്, എനിക്കൊന്ന് വർണ്ണിച്ചു തരുമോ ചോദിച്ചു. ഓ, വർണ്ണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് രൂപത്തെ നന്നായിട്ട് വർണ്ണിച്ചു. ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ എന്ന് വർണ്ണിച്ചപ്പോഴേ അതിങ്ങനെ കേട്ട് ദേവകി നേരെ അതിനെ ഇങ്ങോട്ട് ആവാഹിച്ചു. അപ്പോൾ വസുദേവരുടെ ആ ഉള്ളിലുള്ള ഈ ചൈതന്യം നേരെ ദേവകിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. വസുദേവർക്ക് നഷ്ടമായില്ല, ദേവകിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും സന്തോഷിച്ചു. അങ്ങനെ ഗർഭം പൂർത്തിയാവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ദേവന്മാരും എല്ലാവരും കൂടിയിട്ട് വന്നു, നന്നായിട്ട് സ്തുതിച്ചു. ആ സ്തുതി കേട്ടതോട് കൂടിയിട്ട് ഭഗവാനും ഇനി തൻ്റെ ഈ അവതാരം കലായി എന്ന നിലയ്ക്ക് ഭഗവാനും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയായി. അതേപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ദേവി കൂടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് ഈ സ്തുതിയിലെ അവസാനം ബ്രഹ്മാവ് യാത്രയാവണത്. ഇനി ഒട്ടും പേടിക്കണ്ട കേട്ടോ, അമ്മയെ വിഷ്ണു രക്ഷിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഏതായാലും കാലം അനുകൂലമായി, ബ്രാഹ്മണർക്കൊക്കെ സുഖമായി, അഗ്നിയൊക്കെ നന്നായിട്ട് ജ്വലിച്ചു, അഗ്നിഹോത്രം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണു, പ്രകൃതി മുഴുവൻ സുഖമായിട്ട് വരണു, ഓരോരുത്തരുടെയും മനസ്സിൽ ഭഗവാന്റെ ഈ സാന്നിധ്യം അത് ഐശ്വര്യമായിട്ടെന്ന് അറിയണു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെയധികം നല്ലത് എന്ന ഒരു രൂപത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഭഗവാന്റെ അവതാരം കലായി. അപ്പോൾ ആ സമയത്ത് രാത്രി നിശീഥ സമയത്തിൽ ഭഗവാൻ ദേവിയിൽ നിന്നും പുത്രനായിട്ട് അവതരിച്ചു. അപ്പം തന്നെ ചതുർവിഷ്ണു ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാവുകയും ചെയ്തു. അവിടെ വാമനൻ നട്ടുച്ചയ്ക്കാണ്, ശ്രീരാമൻ രാവിലെ ഉദയത്തിനാണ്. ഇവിടെ
കൃഷ്ണൻ നിശീത സമയത്തിലാണ്, രാത്രി 12 മണിക്ക് ശേഷം 12:30 ആ ഒരു സമയത്താണ്. അപ്പോഴേക്കും അവിടെ കൊട്ടപ്പാട്ട് പുഷ്പവൃഷ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. വസുദേവരാജൻ നല്ലോണം സ്തുതിച്ചു, വിഷ്ണുവായിട്ട് കണ്ടുകൊണ്ട്. അതിനുശേഷം ദേവകിയും അതേപോലെ തന്നെ സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ഉത്തരമായിട്ട് പറഞ്ഞു, ഈ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 3 ജന്മമായിട്ട് എന്നെ ഇപ്പോൾ പുത്രനായിട്ട് സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃതയുഗത്തിൽ പ്രശ്നിഗർഭൻ സുതപസ്സിന് പ്രശ്നിയിൽ ഞാൻ പ്രശ്നിഗർഭൻ എന്ന പേരിലുണ്ടായി. പിന്നെ അതിഥി കശ്യപന്മാർക്ക് വാമനനായിട്ടുണ്ടായി. ഇപ്പോൾ ഇതാ കൃഷ്ണൻ അല്ലെങ്കിൽ ഇപ്പോൾ ദേവകി വസുദേവന്മാർക്ക് പുത്രനായിട്ട് ഞാൻ വന്നിരിക്കണം. നിങ്ങൾ ഇനി എന്നെ പുത്രഭാവത്തിലും ഈശ്വരഭാവത്തിലും ബ്രഹ്മഭാവത്തിലും കണ്ടോളൂ. രണ്ടായാലും ഇനി നിങ്ങൾക്ക് പുനർജന്മമില്ല. അതേപോലെ തന്നെ എന്നെ ഇപ്പോൾ അമ്പാടിയിലേക്ക് കൊണ്ടാക്കണം. അവിടെ യശോദ പ്രസവിച്ച ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുവരും വേണം. അപ്പോൾ ദേവകി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഈ വിഷ്ണുസ്വരൂപത്തെ മറച്ചുകൊണ്ട് പ്രാകൃത ശിശുവായിട്ട് മാറണേ എന്ന് പ്രാർത്ഥിച്ചു. ശരി എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രാകൃത ശിശുവായി. ദേവകി മുല കൊടുത്തു. അപ്പോഴേക്കും കാരാഗ്രഹത്തിലെ ആ ചങ്ങലയൊക്കെ പൊട്ടി എല്ലാ വാതിലുകളും തുറന്നു. മായയുടെ പ്രയോഗം കാരണം കൊണ്ട് എല്ലാവരും നിന്നുറങ്ങുക, ആയുധം കൈ പിടിച്ചുറങ്ങുക, ഇങ്ങനെയൊക്കെയാണ്. കംസൻ കിടന്നിട്ടാണ് ഉറങ്ങണത്, പകുതി കിടന്നിട്ടാണ് ഉറങ്ങണത്, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മട്ടാണ് കംസൻ്റെ അവസ്ഥ. എങ്ങനെയായാലും എല്ലാവർക്കും ഇതേപോലെയുള്ള ഉറക്കത്തെയാണ് മായ കൊടുത്തത്. ഈ സമയത്ത് ഉണ്ണിയെ എടുത്തുകൊണ്ട് വസുദേവർ പുറത്തേക്ക് പോണു. കുറേശ്ശെ ചാറ്റൽ മഴയുണ്ട്, ഇടിയുണ്ട്. അപ്പോൾ അനന്തൻ കുട പിടിച്ച് പിന്നാലെ. അനന്തൻ്റെ ഭണത്തിലുള്ള 1000 ഭണമുണ്ട്. രത്നത്തിലുള്ള പ്രകാശം കാരണം വഴി കാണാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. കാളിന്തിയിൽ അവിടെ എത്തിയപ്പോഴാണ് പുഴയിൽ നല്ല വെള്ളമുണ്ട്. എങ്ങനെ അങ്ങോട്ട് കിടക്കുക വിചാരിച്ചപ്പോഴേക്കും പുഴ വഴി മാറി. ശ്രീരാമൻ എങ്ങനെയാണോ സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് സമുദ്രം വഴി മാറിയത്, അതുപോലെ സുഖമായിട്ട് അങ്ങോട്ട് നടന്നു. ഞെരിയാണിക്ക് വെള്ളം ഉണ്ടായില്ല എന്നൊക്കെയാണ് കഥ. ഏതായാലും അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെയാ അമ്പാടിയിൽ, എവിടെയാ ഈ സ്ഥലം, രാത്രിയിൽ ഒന്നും മനസ്സിലാവണില്ല. അപ്പോഴാണ് ഈ ചെറിയ ഞെരക്കം പോലെ കേൾക്കുന്നുണ്ട്. കുട്ടിയുടെ ഞെരുക്കാൻ തോന്നി. ചെറിയ ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട്. അപ്പോഴേക്കും ഒരു വെളിച്ചം കണ്ടു. അപ്പോൾ അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അകത്തേക്ക് കടന്നു. സൂതികാഗ്രഹം, അതിൽ യശോദ നല്ല ഉറക്ക മയങ്ങി കിടക്കുക. പ്രസവത്തിൻ്റെ ക്ഷീണം കാരണം അറിയണില്ല. കുട്ടിയുടെ കൈകാലിട്ട് കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയും വേണം, ഈ ഉണ്ണിയും വേണം, രണ്ടും കൂടിയിട്ട്. അത് പെൺകുട്ടിയാ. രണ്ടിനെയും കൂടി എടുക്കാൻ പെർമിഷൻ ഇല്ലല്ലോ. ഭഗവാൻ ആജ്ഞ എന്താ വെച്ചാൽ ഇവിടെ കിടത്തണം എന്നല്ലേ പറഞ്ഞ ഭഗവാനെ. ഏതായാലും ഉണ്ണി അവിടെ കിടത്തി, കുട്ടിയെടുത്തു. അവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് പോന്നു. ദേവയ്ക്ക് കൊടുത്തു. അതോടുകൂടിയിട്ട് കാരാഗ്രഹമൊക്കെ അടഞ്ഞു. ചങ്ങല വീണ്ടും കാലുമ്പിൽ വീണു. പിന്നെ എല്ലാവരും ഉണർന്നു. ദേവകി ആ സമയത്ത് മുല കുടിപ്പിച്ചു നല്ലോണം പെൺകുട്ടിയെ. എന്നിട്ട് മുഴുവനായി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും സംതൃപ്തിയായി. അപ്പോൾ ആ സമയത്ത് കുട്ടി ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഈ ഉണർന്നതായിട്ടുള്ള കാവൽക്കാരെല്ലാവരും ഈ ശബ്ദത്തെ കേട്ടു. ദേവിക്ക് പ്രസവിച്ചു. പ്രസവിച്ച വഴിക്ക് വിവരം തരണം എന്നാണ് കംസൻ്റെ ആജ്ഞ, അല്ലെങ്കിൽ തല പോവും. ഇവിടുന്ന് ഒന്നും നോക്കാതെ കണ്ട് എല്ലാവരും ഓടി. അവിടെ വെച്ചാൽ ഓടേണ്ട ആളുണ്ട്. ഓടേണ്ട ആൾ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ കംസങ്ങനെ പകുതിയാണ് പരിഭ്രമിച്ച് വാള് കൈ പിടിച്ച് അങ്ങനെയൊക്കെയാണ് കിടക്കണത്. ദേവിക്ക് പ്രസവിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്നും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റു. കിരീടം അപ്പം തന്നെ പോയി. കംസനാകെ പരിഭ്രമിച്ചു. മുടി അഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വസ്ത്രം അവിടെ ഇവിടെയൊക്കെ കൊണ്ട് എന്തുണ്ടായാലും ശരി, ഏതായാലും കാലൊക്കെ തട്ടി തെറിഞ്ഞ് ഒന്നിങ്ങനെ വീഴാൻ പോയി. ആ പരിഭ്രമത്തിൽ തല ഒരു തീയിൽ കൊണ്ടുപോയിട്ട് അടിച്ചു. അപ്പോൾ കിരീടമില്ല, വാള് കയ്യിലുണ്ട്, വസ്ത്രം കുറച്ച് അഴിഞ്ഞ മട്ടായി. ഒന്ന് കാലിടറി, തല അടിക്കുകയും ചെയ്തു. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്.
അതൊന്നും നോക്കിയില്ല, വേഗം ഓടി വന്നു. ഓടി വന്ന് കാരാഗൃഹത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ അങ്ങോട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ല. ആ ജാതി അവിടുത്തെ അവസ്ഥ. ഗർഭം കാണാൻ വന്നപ്പോൾ ഇതന്നെയാണ്. വളരെയധികം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റി. കണ്ടു. നോക്കുമ്പോൾ ദേവകി പറഞ്ഞു കരഞ്ഞുകൊണ്ട്, ഇത് പെൺകുട്ടിയാണ് കേട്ടോ, അങ്ങയുടെ മകൻ്റെ പത്നിയാവേണ്ട കുട്ടിയാണ്. ഈ കുട്ടിയെ ഒന്നും ചെയ്യണ്ട, അങ്ങ് വളർത്തിക്കോളും, ഞാൻ വളർത്താം, സമയമായി കഴിഞ്ഞാൽ തരാം എന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണേ പറഞ്ഞത്. കൊല്ലരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ കേൾക്കാനുള്ള മനസ്സില്ല. അപ്പോൾ അത് കാരണം കംസൻ ആ കുട്ടിയുടെ കാല് പിടിച്ചു. അപ്പോൾ അങ്ങനെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ വലിയ വലിച്ചതിൻ്റെ ശേഷം അവിടുന്ന് പുറത്തേക്ക് പോയി. അവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ മുകളിൽ അടിക്കുക, കൊല്ലുക, അങ്ങനെയാണ് പതിവ്. അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആഞ്ഞു. അപ്പോൾ മുകളിലേക്ക് എത്തിയപ്പോൾ കുട്ടി അവിടുന്ന് കയ്യിൽ നിന്ന് ഊർന്ന് മുകളിലേക്ക് പോയി. വലിയ രൂപത്തിൽ വളരെ സുന്ദരിയായിട്ട് 8 കൈകളോട് കൂടിയിട്ടുള്ള മഹാദേവിയായിട്ട്, ഭദ്രകാളിയല്ല മഹാദേവിയായിട്ട് ദർശനം കൊടുത്തു എന്നാ, അഷ്ടഭുജ. അപ്പോൾ കംസൻ അന്തം വിട്ട് നോക്കി നിൽക്കുക. ആ സമയത്ത് ഈ അമ്മ പറഞ്ഞു, കംസ നീ ബുദ്ധിയില്ലാത്തവൻ തന്നെയാണ് കേട്ടോ, എന്നെ കൊന്നിട്ട് എന്താ കാര്യം, ഞാൻ പെണ്ണല്ലേ, നിൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിച്ചാൽ നീ തെരഞ്ഞോ, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്നെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എനിക്ക് നിന്നെ കൊല്ലാപ്പോൾ ഒരു പ്രയാസമില്ല, പക്ഷെ ഞാനല്ല അത് ചെയ്യേണ്ടത്, നീ എൻ്റെ കാല് പിടിക്കുകയും ചെയ്തു, അതുകൊണ്ട് എന്തായാലും ചെയ്യണില്ല, പറ്റാന്തിയൊക്കെ ചെയ്തോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് മറിയുകയും ചെയ്തു. അപ്പോൾ കംസൻ്റെ മനസ്സ് കുറച്ച് ശുദ്ധമായി തീർന്നു. അമ്മയുടെ വാക്ക് കേട്ടു, അമ്മയുടെ കാല് പിടിച്ചോ, വേണ്ട, ദുർഗാദേവിയാണ്, ഈ മഹാദേവിയാണ്, അപ്പോൾ ഒന്നും മറ്റിച്ച് വരില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം വളരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കംസൻ. അനവധി കാലമായി ഉറങ്ങിയിട്ടേ, പേടിച്ച് ഇതിപ്പോൾ പേടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം മന്ത്രിസഭ കൂടിയപ്പോൾ ഈ കാപാലികരൊക്കെ കൂടി വന്നു, അസുരന്മാരൊക്കെ കൂടി വന്നു. കംസൻ വളരെ സന്തോഷത്തിലാണ്. അതേപോലെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ 8-മൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്, ഇവിടെ അല്ല, അതുകൊണ്ട് അത് അശരീരി അത്ര ശരിയായിക്കൊള്ളണമെന്നില്ല, നമ്മളെ വധിക്കാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും അന്തകനാണ്, എവിടെയോ ജനിച്ചിട്ടുണ്ട്, തെരഞ്ഞോ എന്നാണ് പറഞ്ഞത്, എന്താ വേണ്ടത് ചോദിച്ചു. ദേവകിയുടെ വസുദേവരുടെ ചങ്ങലക്കെട്ടൊക്കെ കഴിച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞ് കുറച്ച് കരഞ്ഞു. മരണം അങ്ങനെയാവും ഇങ്ങനെയാവും, അതെങ്ങനെ വിളിച്ചാൽ സംഭവിക്കാം. വസുദേവർ അങ്ങോട്ട് കുറേ പറഞ്ഞു കല്യാണ സമയത്ത്. ആ കൂട്ടത്തിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങയുടെ 6 ഉണ്ണികളെ കൊന്നത് എൻ്റെ കുറ്റമല്ല, അവർക്ക് മരിക്കാനുള്ള യോഗം ഉണ്ട്, എൻ്റെ കൈ കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നിങ്ങൾ സമാധാനിച്ചോളൂ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നിങ്ങളിനിപ്പോൾ എന്നോടും ദേഷ്യമൊന്നും ഉണ്ടാവണ്ട, ഇനി സ്വതന്ത്രമായിട്ട് ഇനി നമ്മൾ തമ്മിൽ വിരോധമൊന്നും ഇല്ല കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അതൊക്കെ മറന്നു. ഈ അസുരന്മാർ മറ്റേ അങ്ങ് ചെയ്തൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അസുരന്മാരാണ്. അങ്ങിപ്പോൾ ഈ അവരെയൊക്കെ മറ്റേ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ദേവന്മാരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പഴയതുപോലെ തന്നെ പീഡകളൊക്കെ ചെയ്യണം, എന്നാലേ ഏത് നിലയുള്ളൂ, നമുക്കൊരു വലിയ നിലയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളൊരു ഉപായം എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചത് ഇപ്പം ഉണ്ടായുള്ള കുട്ടികളൊക്കെയാണ് വധിക്കുക. അത് ഇപ്പോൾ എന്ന് വെക്കേണ്ട, ഒരു 5-6 മാസം വരെയൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് പിന്നിലേക്ക് കണക്കാക്കാം. ഏത് കുട്ടിയാലും ശരിയാ, ഏത് കുട്ടിയായാലും വധിക്കുക, അതാ നല്ലത്, ആണായാലും പെണ്ണായാലും നോക്കണ്ട. ശരി, അപ്പോൾ പൂതന ആ കാര്യം ഏറ്റെടുത്തു. അങ്ങനെ പൂതന ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന രംഗം വരെയാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളത് അമ്പാടിയിലെ ഉത്സവാദി കാര്യങ്ങൾ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.